ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ കൊടുത്ത ബ്ലൂ പ്രിൻറ്റ് ആ ടോപ്പ് സ്കോളറിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇതെങ്ങാനും നമ്മുടെ രാജ്യത്ത് വരികയാണെങ്കിൽ, അതായത് ആ കനാൽ എങ്ങാനും നമ്മുടെ രാജ്യത്ത് വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും, വരൾച്ച കാരണമുള്ള മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും നല്ല രീതിയാണെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ കിങ്ങിന് ഒരുപാട് സന്തോഷമാവുകയും അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനെ കാണണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ലൂ പറയുന്നു, രാജാവേ, നിങ്ങൾ ഈയിടെയായിട്ട് അവനുമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട്. പാലസിലുള്ള സെർവൻസിൻ്റെ ഇടയിലൊക്കെ തന്നെയും നിങ്ങളെപ്പറ്റി വേണ്ടാത്ത കുറേ ഗോസിപ്പുകളുമുണ്ട്. അതുകൊണ്ട് അവനിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജാവ് പറയുന്നു, അങ്ങനത്തെ ഗോസിപ്പുകളൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ ബാധിക്കാത്തവയാണ് അതൊക്കെ. നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അവനെ ഹീറോയിനെ കൂട്ടിക്കൊണ്ടുവരാൻ വിടുന്നു. അങ്ങനെ ഹീറോയിൻ വന്ന ശേഷം കിങ് അവളെ അവരുടെ സീക്രട്ട് ബേസ്മെന്റിലോട്ട് കൊണ്ടുപോകുന്നു. ആ സീക്രട്ട് ബേസ്മെന്റിലാണ് നമ്മുടെ കിങ്ങിന് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരും കൂടി ചേർന്ന് കനാലിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്യുന്നത്. എല്ലാം കണ്ട് നമ്മുടെ ഹീറോയിൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഈ റിസർച്ച് സെന്ററിന്റെ മേൽനോട്ടം നമ്മുടെ ടോപ്പ് സ്കോളറിനാണ്. ഇയാളുടെ പേര് സെൻ ഷു എന്നാണ്. അതറിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, ഇത്രയും വലിയൊരു റിസർച്ച് സെന്ററിൽ ഇയാൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ഇയാൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് ബാക്കിയുള്ളവരെ കൂടി വിളിക്കുന്നു. കിങ് അത് വേറെ ആരുമല്ല, ലൂവും കോങ്ങുമാണ്. അവരെ കണ്ടതും നമ്മുടെ ഹീറോയിൻ, അയ്യേ, ഇവിടെയും ഇവർ തന്നെയാണോ എന്ന ഭാവത്തിൽ പുച്ഛിച്ചു തള്ളി. ശേഷം നമ്മുടെ കിങ് നമ്മുടെ ഹീറോയിനെ മറ്റുള്ളവരെയും കൂടി വലിയൊരു മാപ്പ് കാണിച്ചു കൊടുക്കുന്നു. ആ മാപ്പിൽ അവരുടെ രാജ്യത്തോടെ എങ്ങനെയാണ് കനാൽ കൊണ്ടുപോകേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മാപ്പ് മരിച്ചുപോയ തന്റെ അച്ഛനായ ലേറ്റ് എംപറർ ആണ് വരച്ചതെന്ന് ഹീറോ പറയുന്നു. ഓൾറെഡി ഇതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ ചെയ്തില്ല, എന്തിനാ ഇത്രയും വർഷം വൈകിപ്പിച്ച് ഈ രാജ്യത്തെ വരൾച്ചയിലോട്ട് കൊണ്ടുപോയെന്ന് നമ്മുടെ ഹീറോയിൻ ഹീറോയോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം ആലോചിക്കുന്നു. ഈ പ്ലാൻ വരച്ച ശേഷമാണ് ഹീറോയുടെ അച്ഛൻ മരിക്കുന്നതും ആ രാജ്യത്ത് മുമ്പുള്ള വർഷങ്ങളെക്കാൾ കൂടുതൽ തോതിൽ വരൾച്ച സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കനാലിന്റെ പ്ലാനിങ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ആ രാജ്യത്തുള്ള എല്ലാവരും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഈ കനാൽ എല്ലാവരും അറിയേ ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്നിട്ടും ഹീറോ രാജ്യത്തെ വരൾച്ച തടയാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് ഒരു മിനിസ്റ്ററിനെയും കൂട്ടി ഈ പ്ലാൻ അനുസരിച്ച് കനാൽ നിർമ്മിക്കാൻ നിന്നപ്പോൾ നമ്മുടെ പ്രിൻസ് ഹീച്ചിങ് ഹീറോയുടെ അമ്മയോട് പറയുകയും ഈ ഒരു പ്ലാനിനെ മുഴുവനായിട്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തായിരുന്നു. ആ ഒരു കാര്യം ആലോചിച്ച് നമ്മുടെ ഹീറോ ഒരുപാട് വിഷമിച്ച് അവിടെ നിന്നും പോയി. ഇതുപോലെ വിടുവായത്ത പറയാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും പറഞ്ഞ് ലൂവും നമ്മുടെ ഹീറോയിനെ കുറ്റപ്പെടുത്തി. നമ്മുടെ ഹീറോയിൻ പറഞ്ഞു കൊടുത്ത പുതിയ പ്ലാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഒരു ടോക്കൺ കൊടുക്കുന്നു. രാജാവിന് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ മാത്രമേ ആ ടോക്കൺ ഉണ്ടാവുള്ളൂ. ആ ടോക്കൺ കാണിച്ചു കൊടുത്താൽ ഈ രാജ്യത്ത് എവിടെ വേണേലും നമ്മുടെ ഹീറോയിന് ഫ്രീ ആയിട്ട് നടക്കാം. ആരും ചോദ്യം ചെയ്യില്ല, ആരെയും ഭയക്കണ്ട. കാരണം ആ ടോക്കൺ ഉള്ളവർ രാജാവിന്റെ അടുത്തയാളാണെന്നാണ് അർത്ഥം. ആ ഒരു ടോക്കൺ നമ്മുടെ ലൂവിന്റെ കയ്യിൽ പോലും ഇല്ല. അത് കയ്യിൽ കിട്ടിയതും നമ്മുടെ ലൂവിനെ കളിയാക്കാൻ നമ്മുടെ ഹീറോയിൻ മറന്നിട്ടുമില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ബാരലിൽ വെള്ളം നിറയ്ക്കണം നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോ കൊടുത്ത ആ ടോക്കൺ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുകയാണ്, ഇനി ശരിക്കും രാജാവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? രാജാവ് എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാതായാലോ? അയ്യോ, എങ്ങനെയെങ്കിലും തിരിച്ചു പോകാനുള്ള മാർഗം വേഗം കണ്ടെത്തണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കുന്ന നമ്മുടെ ഹീറോയാണ്. രാവിലെ നേരത്തെ റിസർച്ച് സെൻറ്ററിൽ വരാൻ പറഞ്ഞതാണ്, പക്ഷേ അവൾ വന്നില്ല. ആ ദേഷ്യത്തിൽ അവൾ വന്ന പാടെ എന്തുകൊണ്ട് വരാൻ വൈകി എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ പറഞ്ഞു, ഇന്ന് തൊട്ട് കിങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യണമല്ലോ എന്നോർത്ത് എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് വരാൻ വൈകിയെന്ന് പറയുന്നു. അത് നമ്മുടെ കിങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ ഹീറോ 3 പേരെയും വിളിച്ചിട്ട് പറയുന്നു, ഇനി തീരെ സമയമില്ല, 1 മാസത്തെ സമയം നമുക്കുള്ളൂ, അതിനുള്ളിൽ ഡാമിൻ്റെ പണി കഴിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഒരു മോഡൽ നമ്മൾ തയ്യാറാക്കി മിനിസ്റ്റർ ലീയുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം. നമ്മൾ എല്ലാവരും ഒരുമിച്ച് എത്രയും പെട്ടെന്ന് ഈ ഡാമിൻ്റെ ഒരു മോഡൽ തയ്യാറാക്കി മിനിസ്റ്റർ ലീനെ ഏൽപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഹീറോയിനും ലൂവും കോങ്ങും എല്ലാവരും കൂടി ചേർന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കം വിളിച്ച് 2 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും അവിടുന്ന് പോയ ശേഷം നമ്മുടെ കിങ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അവളുടെ ആ ഉറക്കവും നിഷ്കളങ്കമായ മുഖവും കണ്ട് നമ്മുടെ കിങ്ങിന് എന്തോ ഫീലിങ്സ് ഉണ്ടായി. പക്ഷേ അവനത് പുറത്ത് കാണിക്കാതെ എളുപ്പം അവളെ എണീപ്പിച്ച് വിടുന്നു. നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ബുക്കും പിടിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന നമ്മുടെ കിങ്ങിനെയാണ്. എന്തോ ഒരു സന്തോഷം അവനിലുണ്ട്, അതെന്താണെന്ന് അവനും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ 3 പേരെയും വിളിച്ചു വരുത്തിയിട്ട് അവൻ ചോദിക്കുന്നു, ലൂവിനോടും കോങ്ങിനോടും നമ്മുടെ സ്കോളറിനോടും ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ഇടയായിട്ട് ഇങ്ങോട്ട് ഈ റിസർച്ച് സെൻറ്ററിലോട്ട് വരാൻ എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടോ, സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൂ പറയുന്നു, കിങ്ങിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്, എനിക്ക് ഒരുപാട് സന്തോഷമാണെന്ന് പറയുന്നു. ആ ആൻസർ നമ്മുടെ കിങ്ങിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. കോങ്ങിനോട് ചോദിക്കുമ്പോൾ കോങ് പറയുന്നു, എനിക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ യൂനച്ച് ലൂവിൻ്റെ പുതിയ മോഡൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്തത് നമ്മുടെ സ്കോളർ പറയുന്നു, എനിക്ക് ഇവിടെ വരാൻ ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ യൂനച്ച് ലീ വന്ന ശേഷം. കാരണം യൂനച്ച് ലീ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്, അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. രാത്രി കിടക്കുമ്പോൾ പോലും യൂനച്ച് ലീ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ. അത് കേട്ടപ്പോൾ നമ്മുടെ കിങ്ങിന് ഒരുപാട് സന്തോഷമായി. അവൻ കരുതി, എനിക്ക് മാത്രമല്ല അങ്ങനെ, ഞാൻ മാത്രമല്ല യൂനച്ച് ലീനെ എപ്പോഴും ആലോചിക്കണേ, അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ആശ്വാസത്തോടെ അവനിരുന്നു.
അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. കാര്യം തിരക്കി നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ഒക്കെ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, നീ വിഷമിക്കേണ്ട, ഇന്ന് നമുക്ക് എല്ലാവർക്കും ശമ്പളം തരുന്ന ദിവസമാണെന്ന്. ശമ്പളം കൊടുക്കുമെന്നറിഞ്ഞതും നമ്മുടെ ഹീറോയിൻ സന്തോഷത്തോടെ പോയി ക്യൂവിൽ നിന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഊഴമെത്തിയതും ശമ്പളം കൊടുക്കുന്ന ആൾ ഹീറോയിന് 20 ടൈൽസ് എടുത്തതും ലൂ അവനെ തടഞ്ഞ് 2 ടൈൽസ് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ വെറും 2 ടൈൽസ് മാത്രം കൊടുക്കുന്നു. കിങ്ങിൻ്റെ ഇഷ്ടം ലൂവിനേക്കാൾ കൂടുതൽ ഹീറോയിനാടാണെന്നുള്ള അസൂയ കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ 2 ടൈൽസ് കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് വിഷമിച്ച് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ, നീ അത് വിഷമിക്കേണ്ട, ഇപ്പം അടുത്ത് നമ്മുടെ കൊട്ടാരത്തിൽ ഒരു ബേസ്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, ആ ടൂർണമെൻറ്റിൽ നീ ബെറ്റ് വെക്ക്. നമ്മുടെ രാജാവും പ്രിൻസ് ഹീച്ചിങ്ങും തമ്മിലാണ് മത്സരം. ഈ കൊട്ടാരത്തിലുള്ള എല്ലാവരും പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ മേലെയാണ് ബെറ്റ് വെച്ചിരിക്കുന്നത്. പ്രിൻസ് ഹീച്ചിങ് ജയിക്കുമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നീയും അവരുടെ മേൽ ബെറ്റ് വെക്ക്, അപ്പോൾ നിനക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാൻ കഴിയും എന്നവൾ പറഞ്ഞു കൊടുക്കുന്നു. ആ സന്തോഷത്തിൽ നമ്മുടെ ഹീറോയിൻ മടങ്ങിപ്പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കിങ്ങിനോട് സംസാരിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. കിങ്ങിനോട് ഹീറോയിൻ പറയുന്നു, കിങ്ങെ, ഇപ്രാവശ്യം ബേസ്ബോൾ ടൂർണമെൻറ്റിന് പ്രിൻസ് ഹീച്ചിങ്ങും ഉണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ താങ്കൾ പ്രിൻസ് ഹീച്ചിങ്ങിനൊന്ന് തോറ്റു കൊടുക്കൂ. ഞാൻ പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ മേലെ ബെറ്റ് വെക്കാൻ പോവുക. അങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് രണ്ടാക്കും 50-50 എടുക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, ഇപ്രാവശ്യം നിൻ്റെ പൈസ എന്തായാലും പോവും, ഞാനേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ അസൂയപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അവിടെ നിന്ന് പോയ നമ്മുടെ ഹീറോ വഴിയിൽ വെച്ച് പ്രിൻസിനെ കണ്ടപ്പോൾ അയാളോട് ചോദിച്ചു, പ്രിൻസെ, ഇപ്രാവശ്യം ടൂർണമെൻറ്റിന് താങ്കളും ഉണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രാവശ്യത്തെ പോലും താങ്കൾ തോക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് പറയുന്നു, എല്ലാ പ്രാവശ്യം കിങ്ങിൻ്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ സ്വയം തോറ്റു തരുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ജയിക്കുക തന്നെ ചെയ്യും, തോറ്റു തരുന്ന പ്രശ്നമേ ഇല്ല, അതുകൊണ്ട് കിങ്ങെ നല്ലോണം കളിക്കുക തന്നെ വേണം എന്ന് പറയുന്നു. ശേഷം നമ്മൾ കാണുന്നത് ടൂർണമെൻറ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ്. പ്രിൻസ് ഹീച്ചിങ്ങും നമ്മുടെ ഹീറോയും കട്ടയ്ക്ക് കട്ട നിൽക്കുന്നു. എല്ലാവരും പ്രിൻസ് ഹീച്ചിങ്ങിനെയാണ് ചിയർ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ പ്രിൻസസ് വാനറിനോട് തൻ്റെ സെർവൻറ്റ് ചോദിക്കുന്നു, പ്രിൻസസ്, താങ്കൾ ആരെയാണ് ചിയർ ചെയ്യുന്നത്, ആര് ജയിക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കിങ്ങിൻ്റെ കൺസെർട്ടാണ്, എന്തായാലും ഞാൻ കിങ് ജയിക്കണം എന്ന് തന്നെയാവുമല്ലോ ആഗ്രഹിക്കേണ്ടത് എന്ന് വിഷമത്തോടെ പറയുന്നു. ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഹീറോ നോക്കുമ്പോൾ പ്രിൻസ് ഹീച്ചിങ് നമ്മുടെ ഹീറോയിൻ്റെ കൂടെ സംസാരിക്കുന്നു. അവിടെ നിന്ന് അസൂയമൂത്ത് അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി അവളോട് ചോദിക്കുന്നു, നീ എന്താ അവൻ ജയിക്കാൻ വേണ്ടിയിട്ട് അവനെ വിഷ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോൾ, ഒരിക്കലും അല്ല, കിങ് ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് മനസ്സോടെ നമ്മുടെ ഹീറോയിൻ പറയുന്നു. ടൂർണമെൻറ്റ് തുടങ്ങിയ ശേഷം നമ്മുടെ ഹീറോയിൻ നിന്നത് കിങ്ങിൻ്റെ ഭാഗത്താണെങ്കിലും അവൾ മനസ്സുകൊണ്ട് പ്രിൻസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കളിയുടെ ഇടയിൽ പ്രിൻസ് ഹീച്ചിങ്ങിന് ചെറുതായിട്ട് ഒരു പരിക്ക് പറ്റിയപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ വാനറിന് ഒരുപാട് സങ്കടമായി. നമ്മുടെ വാനറിൻ്റെ മനസ്സൊന്ന് ഇടറി. പക്ഷേ പ്രിൻസ് ഹീച്ചിങ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ ഹീറോയിന് അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. നേരെ മറിച്ച് നമ്മുടെ കിങ് ഒന്ന് വീണ് കിങ്ങിൻ്റെ കയ്യിന് പരിക്ക് പറ്റിയപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മനസ്സിടറി. അതുവരെ പ്രിൻസിന് വേണ്ടിയിട്ട് ചിയർ ചെയ്ത നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി ചിയർ ചെയ്യാൻ തുടങ്ങി. അവളുടെ ആ സന്തോഷവും അവളുടെ ആ ചിയറിങ്ങും കണ്ട് നമ്മുടെ ഹീറോയ്ക്കും ഊർജ്ജം കൂടുകയും അതുവഴി നമ്മുടെ ഹീറോ ജയിക്കുകയും ചെയ്തു. ഹീറോയിൻ അവൾ പോലും അറിയാതെ ഒരുപാട് സന്തോഷിച്ചു തുള്ളിക്കളിച്ചു. പക്ഷേ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരും കരഞ്ഞു. കാരണം അവിടെയുള്ള എല്ലാവരും ബെറ്റ് വെച്ചത് പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ പൈസയും നഷ്ടപ്പെട്ടു. അവരിൽ ഒരാൾ പറഞ്ഞു, അയ്യോ, നമ്മുടെ മുഴുവൻ പൈസയും പോയല്ലോ എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മുടെ ഹീറോയിനും ഓർക്കുന്നത് അവളും ബെറ്റ് വെച്ചത് പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ പേരിലാണെന്ന്. അത് കേട്ടിട്ട് അവളും കരഞ്ഞു. ഇപ്പുറത്ത് നമ്മുടെ വാനറിനാട്ടെ പ്രിൻസിൻ്റെ കയ്യിന് പരിക്ക് പറ്റിയതിന് ശേഷം ഒരു സുഖവുമില്ലായിരുന്നു. അവൾ അവനെ കാണാനും സുഖവിവരം അന്വേഷിക്കാനും ശ്രമിച്ചപ്പോൾ അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ അവിടെ നിന്നും പോയി. അതിൽ അവൾക്ക് ഒരുപാട് സങ്കടമായി. ടൂർണമെൻ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ കിങ്ങും കൂട്ടരും കൂടി പാലസിലൂടെ ചുറ്റി നടക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്നും ഭയങ്കര ചിരിയും കളിയും അട്ടഹാസവും ഒക്കെ കേൾക്കുന്നു. അത് കേട്ടപ്പോഴേ നമ്മുടെ കിങ്ങിന് മനസ്സിലായി അത് നമ്മുടെ ഹീറോയിൻ ആണെന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് അവളിങ്ങനെ ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവളിങ്ങനെ കളിയാക്കുന്നത്, ആരെയാ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ അവിടെ ഒളിച്ചിരുന്ന് കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള സംസാരമാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് കരയുന്നു, അയ്യോ, എൻ്റെ പൈസ പോയേ, പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ മേലെയാണ് ഞാൻ ബെറ്റ് വെച്ചത്, എൻ്റെ പൈസ മുഴുവൻ പോയെന്ന് പറഞ്ഞ് കരയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. കാരണം അവൾ ബെറ്റ് വെച്ചതും പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ പേരിൽ തന്നെയായിരുന്നു. പക്ഷേ അവളുടെ ബെറ്റിൻ്റെ പൈസ കൈ തട്ടി നമ്മുടെ കിങ്ങിൻ്റെ ഭാഗത്ത് വന്ന് വീണായിരുന്നു. അതുകൊണ്ട് തന്നെ ബെറ്റ് നമ്മുടെ ഹീറോയിൻ ജയിക്കുകയും മുഴുവൻ പൈസയും നമ്മുടെ ഹീറോയിന് കിട്ടുകയും ചെയ്തു. അതറിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, ഓ, നിനക്ക് കിങ്ങിൻ്റെ മേലെയുള്ള സത്യസന്ധമായ ഇഷ്ടം കാരണമായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്, നിനക്ക് കിങ്ങിനെ അത്രയ്ക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, എന്തിഷ്ടം, എനിക്ക് കിങ്ങിനേക്കാൾ ഇഷ്ടം പണമാണ്, പണമില്ലാതെ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും, അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പണം തന്നെയാണ് എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഞെട്ടലോടെ കേൾക്കുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്